ഹലോ, ഇത് നമിയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. പ്രൊമിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പാരീസിൽ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജർമ്മനിയിൽ എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ചതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ 2 വട്ടം ഓണം ആഘോഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആഘോഷം കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഞങ്ങളുടെ രമ്യ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രമ്യയുടെ ഹസ്ബൻഡ് അരവിന്ദിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. അവർ രണ്ടുപേരും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോട്ട്ലക്കാണ് ഞങ്ങൾ ചെയ്തത്. 4 ഫാമിലി ഉണ്ടായിരുന്നു ടോട്ടൽ. 4 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്ത്. ഐ തിങ്ക് മിക്ക ആൾക്കാരും ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഒരു ഫാമിലിക്ക് എത്രയോ കറികളൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഡിന്നർ ടൈമിലാണ് ഞങ്ങൾ കൂടിയത്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കുട്ടികൾക്ക് ശരിക്കും കുറച്ചൊക്കെ ഗാർഡനിലൊക്കെ കളിക്കാൻ പറ്റി. അവർ പട്ടുപാവാടയും ഒക്കെ ഇട്ട് ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നി. ഞാൻ നാട്ടിലത്തെ ഫീലെന്നൊന്നും ഞാൻ പറയില്ല, കാരണം അത് അത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല. പക്ഷേ അത് കാണാൻ രസമായിരുന്നു. അവർക്കും ഒരു എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ശരിക്കും പറയാം, നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുട്ടികൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ കിച്ചണിൽ കറികളൊക്കെ ചൂടാക്കുന്ന ബഹളവും തിരക്കും ഒക്കെ അതൊക്കെ ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ഫാമിലിയും 3-4 വീതം വിഭവങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ശരിക്കും ഇല നിറഞ്ഞു. അത്യാവശ്യം കറികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിലെന്ന് വെച്ചാൽ ഞങ്ങൾ പൊതുവേ ഓണത്തിൻ്റെ അന്ന് തന്നെ കൂടുന്നത് കുറവാണ്. ഇപ്പോഴും വീക്കെൻഡാണ് നമ്മൾ വെയിറ്റ് ചെയ്യാറ്. പക്ഷേ ഇത് ആ ഓണത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ കൂടുകയും രാത്രി വരെയും സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ബുധനാഴ്ച ആയിരുന്നല്ലോ. ബുധനാഴ്ച ജോലി കഴിഞ്ഞിട്ടാണ് എന്നുള്ളൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ശരിക്കും ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ കുട്ടികൾക്കും ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ ഇരുന്ന് തറയിലിരുന്ന് കഴിക്കാനും ഒക്കെ. അവരും ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്തായിരുന്നു നോട്ടീസ് ചെയ്തത്, ഈ ഒരു ഗ്യാതറിങ്ങിൽ ഈ ഒരു ഓണത്തിൻ്റെ അന്ന് ആ വീട്ടിൽ ഒരു ഫാമിലി മുസ്ലിം ആയിരുന്നു, ഒരു ഫാമിലി ക്രിസ്ത്യൻ, മറ്റൊരു ഫാമിലി ഹിന്ദു. ശരിക്കും അതാണ് നമ്മളുടെ ഓണത്തിൻ്റെ സ്പിരിറ്റ്. ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു ഭംഗി അതാണ്. ഈ ഒരു ഭംഗിയും ഈ ഒരു ടോളറൻസ് എന്നും നിലനിൽക്കാൻ വേണ്ടി ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 2ാമത്തെ ഓണാഘോഷം കേരള സമാജം ഫ്രാങ്ക്ഫർട്ട് അവിടെ വെച്ചിട്ടാണ്. ഞങ്ങൾ 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകാനായിട്ട്. എന്നാൽ പോലും ഞങ്ങൾക്ക് അവിടെ പോകാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഈ ഒരു സമാജത്തിൽ അത്യാവശ്യം ആക്റ്റീവാണ്. ഇൻഫാക്റ്റ് അത്യാവശ്യമല്ല, വളരെ ആക്റ്റീവാണ്. അപ്പോൾ അവർ പെർഫോം ചെയ്യുന്നതും അവരുടെ ഈ ഒരു സമാജം അവരെ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ കാണാൻ കൂടിയും അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടിയും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കേരള സമാജം ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അവർ പൊതുവേ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് വരണമെന്ന്. അപ്പോൾ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. കമ്മിറ്റിയിലത്തെ മെമ്പേഴ്സും പിന്നെ അല്ലാത്ത ആൾക്കാരും കൂടിയും എല്ലാവരും സഹകരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. സദ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു തിക്കും തിരക്കൊക്കെ ഉണ്ടാകുന്നത് നോർമലാണ്. പക്ഷെ പറയാതെ വയ്യ കേട്ടോ, ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ സീറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറികൾ മിസ്സായിപ്പോയി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അത് പറയാതെ വയ്യ. അതിന് ശരിക്കും സമാജത്തിന് ഒരു തംസ് അപ്പ്. അങ്ങനെ നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു സദ്യ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്ക് സ്റ്റേജിൽ പോകാം. ഞാൻ അവിടെ കൊണ്ടുപോയി, കാരണം അവിടെ ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ട് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുട്ടികളെയും എന്ത് രസമാണെന്നറിയോ എല്ലാവരെയും കാണാനായിട്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കാണാനും അതിൻ്റെ ബഹളവും അമ്മമാരുടെ തിരക്കും അവരൊരുക്കാനും പിടിക്കാനും ഒക്കെ അതൊരു വേറൊരു ആംബിയൻസ് തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്.
അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകളുടെ വീഡിയോ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എത്രത്തോളം ശരിയാകും, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി അഥവാ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു മ്യൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടേണ്ടതായിരിക്കും. ആൻഡ് ഐ എം വെരി സോറി അബൌട്ട് ദാറ്റ്. എനിക്ക് ശരിക്കും നിങ്ങളെ ആ ഒരു റിയൽ ഫീൽ കൊണ്ടുവരുത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്രാവശ്യം KSF ഓണം മാത്രമല്ല, നമ്മുടെ ഗാന്ധിജിയുടെ 150ാമത്തെ ബർത്ത് ആനിവേഴ്സറിയും കൂടിയും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതന്നെ ഒരു നല്ലൊരു പ്രസൻറ്റേഷൻ വെച്ചിട്ടാണ്. ഗാന്ധിജി പറഞ്ഞ നല്ല വാചകങ്ങൾ, ഗാന്ധിജിയുടെ ഫിലോസഫി, അങ്ങനെ നല്ലൊരു ടച്ചിങ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട്സ് ഉണ്ടായിരുന്നു. മലയാളി അഥവാ ഇന്ത്യൻ അല്ലാത്ത വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ചെറിയ ഒരു എക്സ്പോ ഗാന്ധിജിനെ കുറിച്ച് ഹാളിന് പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു, സിനിമാറ്റിക് ഉണ്ടായിരുന്നു, പാട്ട്, എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ത്രൂ ഔട്ട് ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത രണ്ടുപേരും പറയണം, കാരണം അവർ നന്നായിട്ട് ചീറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും അതിനൊരു തംസ് അപ്പ് എന്തായാലും ഞാൻ കൊടുക്കണം. വേറൊരു ഹൈലൈറ്റ് ഇതാണ്, സ്നാക്സ്, ഹോം മെയ്ഡ് സ്നാക്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഫിഷ് കട്ട്ലറ്റ് മുതൽ ഉന്നക്കായ, ബ്രെഡ് റോൾസ്, ബ്രൗണീസ്, വേറെ കേക്ക്, പുഡിങ്, ക്യാരറ്റ് പോള, അങ്ങനെ പറയണ്ട, കുറേ ഉണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റിയത് ഫിഷ് കട്ട്ലറ്റും ഉന്നക്കായയും എഗ് പഫ്സാണ്. ഈ 3 സംഭവങ്ങളും കിഡിലനായിരുന്നു. ഇത് കവിതയാണ്. കവിത നമ്മളുടെ സബ്സ്ക്രൈബറാണ്, പക്ഷേ അതിലുപരി ഒരു അമേസിങ് സിംഗറാണ്. ഭാര്യ ഭർത്താവ് ഇവർ രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടും. ഇൻഫാക്റ്റ് ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതാണ്. അവർ അത്രയ്ക്ക് നന്നായിട്ട് പാട്ട് പാടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കവിത എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ താങ്ക് യു സോ മച്ച് കവിത. അങ്ങനെ ഈ ഒരു ഇവൻറ്റിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈഡൽബർഗിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ ഞങ്ങൾ പോയിട്ട് അവരെ കാണുന്നത്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇവരെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് ജോലിയുടെ തിരക്കിൻ്റെ ഇടയിലാണ്. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഈ റിഹേഴ്സലും ഒക്കെ വീക്കെൻഡൊക്കെ ചെയ്തിട്ടാണ് ഇവരത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വെൽ ഡൺ, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. വന്ന എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. സദ്യ ആണെങ്കിലും എല്ലാവരും ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനിയിലത്തെ ഞങ്ങളുടെ ഓണം ഇങ്ങനെയായിരുന്നു. പാരീസിലെ ഓണം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അടിയിൽ എഴുതുന്നതാണ്. അപ്പോൾ കണ്ടതിൽ താങ്ക് യു. സീ യു സൂൺ. ബൈ.